ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി നോക്കിയാലോ? ഇത് ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ് നമുക്ക് ഉണ്ടാക്കി നോക്കേണ്ടത്. അപ്പോൾ 150 സെൻറ്റിമീറ്ററിൽ ഞാൻ നൈലോൺ ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ജംപറിങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 2-3 തവണ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലോട്ടായിട്ട് 1 mm സൈസ് വരുന്ന ഗോൾഡൻ കളർ ബീഡ്സ് 3 വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് അവിടെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് 3 ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്ലൂ കളർ ബീഡ്സ് വരുന്നത് 2 mm സൈസാണ്. പിന്നെ നടുവിൽ വരുന്നത് നമ്മുടെ ഗോൾഡൻ കളർ ബീഡ്. ഈ രീതിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് റൈറ്റ് സൈഡിലുള്ള നമ്മുടെ ലൈനോൺ ത്രെഡ് വെച്ചിട്ട് അതിലൂടെ ഒന്ന് പാസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 സൈഡിലോട്ടും നേരത്തെ ഇട്ട് കൊടുത്ത ഗോൾഡൻ കളർ ബീഡ്സ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ അഗെയിൻ ലെഫ്റ്റ് സൈഡിൽ 3 ബീഡ്സ് ഇട്ട് കൊടുത്ത് റൈറ്റ് സൈഡിലൂടെ ത്രെഡ് ഒന്ന് അതിലൂടെ പാസ് ചെയ്തൊന്ന് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഗോൾഡൻ കളർ ബീഡ്സ് 2 സൈഡിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അഗെയിൻ നമ്മുടെ ഈ ഒരു 3 ബീഡ്സ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്ത്തിൽ കിട്ടുമല്ലോ. അപ്പം നിങ്ങളുടെ ലെങ്ത്തൊക്കെ നിങ്ങളുടെ റിസ്റ്റ് സൈസിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ എൻഡ് ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ 2 സൈഡിൽ 3 ബീഡ്സ് വീതം ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ജംപറിങ്ങിൻ്റെ കൂടെ നമ്മുടെ ലോക്ക് കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എൻഡിൽ ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ടൂൾ വെച്ചിട്ടൊന്ന് അകത്തി കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന നൈലോൺ ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് പിന്നെ ഒരു ആദ്യം നമ്മൾ ജംപറിങ് കോർത്തിട്ടുണ്ടായല്ലോ, ആ സൈഡിൽ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റബിൾ ചെയിൻ ഉണ്ട്. ആ ചെയിനും കൂടി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. സിമ്പിൾ എന്ന് വെച്ചാൽ വർക്ക് വളരെ സിമ്പിളാണ്. പക്ഷേ നമുക്ക് കുറച്ച് ക്ഷമിച്ചിരിക്കേണ്ടി വരും. ഈ ബീഡ്സൊക്കെ ഒന്ന് കോർത്ത് കൊടുക്കാൻ കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ്. പക്ഷേ എന്നാലും നല്ലൊരു ഭംഗിയിലുള്ള ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടൊന്ന് അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ എൻ്റെ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു പാറ്റേൺ ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ഈ ഒരു ഡിസൈൻ നല്ല സ്യൂട്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഐറ്റമായിട്ട് കാണാം. ബൈ ബൈ. താങ്ക് യു.